ശ്രീ പ്രിയദർശൻ തമ്പി, ഈ വിവാദത്തിന്റെ തുടക്ക സമയത്ത് അങ്ങ് ഈ പ്രതികരണങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, പത്മകുമാർ പറഞ്ഞ പല പ്രതികരണങ്ങളും അദ്ദേഹത്തിലേക്ക് വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ എത്തിക്കുന്നത് തന്നെയാണ്. ഇപ്പോൾ എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷൻ തോന്നുന്നുണ്ടോ? ഞാൻ ആത്മവിശ്വാസത്തോടെയല്ലേ നിൽക്കുന്നത്? ചെമ്പ് പാളി, സ്വർണം പൂശിയോ ഇല്ലയോ എന്നതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. ചെമ്പ് പാളിയാണ് അത് എന്ന് അദ്ദേഹം കൃത്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞാണ്. അതാണ് എഴുതിയും കൊടുത്തത്. അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ പറഞ്ഞതാണ് ദൈവതുല്യർ അല്ലെങ്കിൽ ദൈവതുല്യം കാണുന്ന പലരും ഇതിനകത്തുണ്ടെങ്കിൽ എനിക്കെന്ത് ചെയ്യാൻ കഴിയുമെന്ന്. അപ്പോൾ എന്തോ അവിടെ നടന്നിട്ടുണ്ട് എന്നും അത് ആരാണ് എന്നും ഒക്കെ അദ്ദേഹത്തിന് കൃത്യമായി അറിയായിരുന്നുവെന്ന് അദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ അദ്ദേഹത്തിൻ്റെ നാവിലൂടെ പുറത്തു ചാടിയതാണ്. പിന്നെയും ഇപ്പോൾ പാർട്ടിയുടെ നടപടികൾ വൈകുന്നതൊക്കെ ഒരു വിഷയമായി നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ ദൈവതുല്യർ ആര്? അത് പാർട്ടിയിലുള്ളവരാണോ, മന്ത്രിമാരാണോ? പല ചോദ്യങ്ങളും ഉണ്ടാകാം. അതൊക്കെ വെളിപ്പെട്ട് വരേണ്ടത് ഈ കേസിൽ വളരെ നിർണായകമാണ്. അതിനുള്ള സാധ്യത അങ്ങ് കാണുന്നുണ്ടോ ശ്രീ പ്രിയദർശൻ? അല്ല, തീർച്ചയായിട്ടും അതൊക്കെ വെളിപ്പെട്ട് വരേണ്ടതാണ്. വെളിപ്പെട്ട് വരണം എന്ന് നമ്മൾ പറയുമ്പോൾ എന്താണ് വെളിപ്പെട്ട് വരേണ്ടത്? വെളിപ്പെട്ട് വരേണ്ടത് സത്യങ്ങളാണ് വെളിപ്പെട്ട് വരാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അല്ലാതെ സ്വാഭാവികമായും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടേതായ രാഷ്ട്രീയ അജണ്ടകൾ ഉണ്ടാകും. അപ്പോൾ ഒരു ഇഷ്യൂ വരുമ്പോൾ അത് തങ്ങൾക്ക് അനുകൂലമാക്കാൻ വേണ്ടി പല ഊഹാപോഹങ്ങളും ഉണ്ടാകും. അതിനൊന്നും പ്രസക്തിയില്ല. കാരണം ഈ ഒരു പ്രത്യേക വിഷയത്തിൽ ചില കാര്യങ്ങൾ അഡ്മിറ്റഡ് ആണ്. സർട്ടൻ ഫാക്ട്സ് ആർ അഡ്മിറ്റഡ്. കാരണം ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ആ സിസ്റ്റം തന്നെ വളരെ നാളുകളായി, അത് ഈ അടുത്ത കാലത്തൊന്നുമല്ല, വളരെ നാളുകളായി ഒരു അഴിമതിയുടെ ചക്കരക്കുടത്തിൽ കൈയിട്ടാൽ ഞാനും വാരും എന്ന് പറയുന്നത് പോലെ അത് വളരെ നാളായി അഴിമതിയുടെ ഒരു കൂത്തരങ്ങാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ആ പ്രശ്നത്തിൽ ഇടപെട്ടത്. അല്ലെങ്കിൽ കോടതിക്ക് എന്താണ് കാര്യം? അമ്പലങ്ങളുടെ കാര്യം കോടതി ഇടപെടാൻ കാരണം അവിടെ ജസ്റ്റിസ് പരിപൂർണ അവറുകൾ പിന്നീട് സുപ്രീം കോടതി ജഡ്ജിയായി അദ്ദേഹം കേരള ഹൈക്കോടതിയിൽ ജഡ്ജിയായിരിക്കെ അവസരത്തിലാണ് ഇത്തരത്തിലുള്ള ദേവസ്വം ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആ ദേവസ്വം ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടാൻ കാരണം ശബരിമലയിലെ ഈ പണം ചെലവഴിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശ്വാസികളിലേക്ക് അത് എത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതി നിരീക്ഷണം വേണം, അല്ലെങ്കിൽ കോടതി ഇടപെടൽ വേണമെന്ന് കൃത്യമായി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക ശബരിമല ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ആ ശബരിമലയിലെ മണ്ഡലകാലത്തെ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും മോണിറ്റർ ചെയ്യാൻ വേണ്ടി, ആ മോണിറ്റർ ചെയ്യുക മാത്രമല്ല അതിന്റെ റിപ്പോർട്ട് കാലാകാലങ്ങളിൽ അതാത് സമയങ്ങളിൽ ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തുവാൻ അല്ലെങ്കിൽ ഹൈക്കോടതിയെ അറിയിക്കുവാൻ വേണ്ടി ആ പ്രദേശത്ത് ശബരിമലയുടെ സമീപ പ്രദേശത്തുള്ള ഒരു ജില്ലാ ജഡ്ജിയെ സ്പെഷ്യൽ കമ്മീഷണറായി ഹൈക്കോടതി നിയമിക്കുകയും ചെയ്തു. ഇപ്പോഴും സ്പെഷ്യൽ കമ്മീഷണറുണ്ട്. കൊട്ടാരക്കര പ്രത്യേക ജഡ്ജി ആയിട്ടുള്ള ആളാണ് ഇപ്പോൾ സ്പെഷ്യൽ കമ്മീഷണറായി പ്രവർത്തിക്കുന്നത്. പണ്ട് മുതലേ ഉണ്ട് സ്പെഷ്യൽ കമ്മീഷണർമാർ. അപ്പോൾ അത്തരത്തിലൊരു സമ്പ്രദായം ശബരിമലയിലുണ്ട്. എന്നാൽ ഈ അടുത്ത കാലത്ത് ഈ പറയുന്ന പ്രശ്നം അങ്ങയുടെ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം ഈ പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് ഇരുന്നിട്ടുള്ള പത്മകുമാർ അദ്ദേഹം പരിണതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. അദ്ദേഹത്തിന് ജാഗ്രത പുലർത്തേണ്ടത് തന്നെയാണ്, യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ തന്നെ കുറെ കോൺട്രഡിക്റ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഈ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. അദ്ദേഹം ഒരു സാധാരണ ഒരു ഉദ്യോഗസ്ഥനെ എന്നുള്ള തലത്തിനേക്കാൾ ഉപരിയായി MLA 33-ാമത്തെ വയസ്സിൽ MLA ആയ ആളാണ്. പൊതുപ്രവർത്തന രംഗത്ത് അനേകം പ്രവർത്തന പാരമ്പര്യമുള്ള ആളാണ്. അപ്പൊ അദ്ദേഹത്തെ പോലുള്ള ആളുകള് ഇക്കാര്യത്തില് വളരെ വലിയ ജാഗ്രത കുറവ് കാണിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണല്ലോ ഈ കാര്യത്തിൽ അദ്ദേഹത്തെ പ്രതിയാക്കുകയും ഇപ്പോൾ ഇതൊരു ജാഗ്രത കുറവ് എന്ന് പറഞ്ഞ് നമുക്ക് ഒഴിവാക്കാനും കഴിയില്ല. കാരണം അങ്ങേക്കറിയാലോ, അദ്ദേഹം തന്നെ നമുക്കറിയാം യുവതീ പ്രവേശന സമയത്തടക്കം അദ്ദേഹം എടുത്ത നിലപാട്, ശബരിമലയുമായിട്ട് അദ്ദേഹത്തിന് പാരമ്പര്യമായിട്ടുള്ള ബന്ധം, ശബരിമല സന്നിധാനത്തെ കുറിച്ചൊക്കെ കൃത്യമായ അറിവുള്ള ആളുകളാണ്, വിശ്വാസപരമായി ഒക്കെ അറിവുള്ള ആളാണ്. അപ്പൊ അദ്ദേഹം കാണിച്ച ജാഗ്രത ഒരു വലിയ പാപമായി തന്നെ അയ്യപ്പ വിശ്വാസികൾ ഇതിനെ കാണും. കാരണം ശബരിമലയിലെ അയ്യപ്പനുമായി ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങൾ കട്ടുകൊണ്ടുപോകാൻ ഒത്താശ ചെയ്തു കൊടുത്തു എന്ന ഒരു വലിയ ഗുരുതരമായ ആരോപണമാണ്. അപ്പോൾ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ, അദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുക, അദ്ദേഹത്തിന്റെ തന്നെ തലയിൽ ഉദിച്ചതാണ് ഈ ഒരു വലിയ കൊള്ള എന്നും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ആരോ അദ്ദേഹത്തെ കൃത്യമായി അതിന് പിന്നിലുണ്ട് എന്ന് തന്നെയാണ്. അപ്പൊ അതിലേക്ക് പോകുമോ അദ്ദേഹം? അതിനൊക്കെ മറുപടി ഒരുപക്ഷെ നമ്മൾ ഈ സംസാരിക്കുന്ന വേളയിൽ തന്നെ SITക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. അപ്പൊ അത് പറയുമോ എന്നതാണ്. പറഞ്ഞാലും അതിലേക്ക് പോകുമോ? അതിപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്ന പോലെ മന്ത്രിമാരുടെ പേരുകളും ഒക്കെ പല പേരുകളും വരാം. അല്ല, അത് ഈ ഊഹാപോഹങ്ങൾക്കൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല. കാരണം അദ്ദേഹം പറയുമോ എന്നുള്ളതല്ല. ഒരു പ്രതിയും പറയുന്ന കാര്യങ്ങൾ നമ്മൾ തൊണ്ട വിഴുങ്ങാതെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയും വിഴുങ്ങില്ല. കാരണം ഒരു ക്രിമിനൽ അന്വേഷണത്തിന്റെ ഒരു പ്രത്യേകതയാണ്. കാരണം ഒരു കേസിൽ ഒരു പ്രതി ഒരു കേസിൽ പിടിക്കപ്പെട്ടാൽ
ഞാൻ ജയിലിൽ കഴിയുന്ന പ്രതിയും കൂടെ ആണെങ്കിൽ പറയുകയും വേണ്ട. ആ ഒരു ജയിലിൽ കിടക്കുക എന്ന് പറയുന്നത് വളരെ ദുരിതം പിടിച്ച കാര്യമാണ്. അല്ലെങ്കിൽ ഹാബിച്വൽ ഒഫൻഡർ ആവണം. ഹാബിച്വൽ ഒഫൻഡർ അല്ലാത്ത ഒരാള് ജയിലിൽ പോവുക എന്ന് പറയുന്നാൽ അയാളുടെ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഒരാളുടെ മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് അയാൾ ജയിലിൽ കിടക്കുമ്പോൾ മാത്രമാണ്. അല്ലെങ്കിൽ എല്ലാം അപ്പോൾ സ്വന്തം മൗലികാവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെട്ട് മരണതുല്യമായി ജയിലിൽ ഒരാൾ കിടക്കുമ്പോൾ അയാള് പല വെളിപാടുകളും നടത്താം, പല പ്രസ്താവനകൾ. അതിനൊക്കെ വലിയ മറ്റൊരാളെ കുറിച്ച് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഒന്നും വലിയ എവിഡൻഷ്യറി വാല്യൂ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അത് മാത്രമല്ല, പോലീസ് അന്വേഷിക്കും. കാരണം ഇതില് കേരള ഹൈക്കോടതി അനിതര സാധാരണമായ ഒരു അന്വേഷണം, ഞാൻ പല ചർച്ചകളിൽ ഇന്നലെയും ഒരു ചാനലിലെ ചർച്ചയിൽ പറഞ്ഞു, ആ വാക്കാണ് ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്. അനിതര സാധാരണമായ ഒരു അന്വേഷണമാണ് ഇതിൽ നടക്കുന്നത്. കാരണം ഈ അന്വേഷണം മോണിറ്റർ ചെയ്യുന്നത് കേരള ഹൈക്കോടതിയുടെ സീനിയർ ഡിവിഷൻ ബെഞ്ചാണ്. ഏറ്റവും മുതിർന്ന ജഡ്ജി അടങ്ങിയ ഒരു ഡിവിഷൻ ബെഞ്ചാണ് ഈ കേസിന് അന്വേഷണം മോണിറ്റർ ചെയ്യുന്നത്. ആ അന്വേഷണത്തിലെ ഉദ്യോഗസ്ഥന്മാരെ നിശ്ചയിച്ചതും അവരുടെ പേര്. അതാണ് ശ്രീ പ്രിയദർശൻ നമ്മെ ഒരു കോടതി നേരിട്ടേക്ക് അങ്ങ് തന്നെ നേരത്തെ സൂചിപ്പിച്ചു, കാലങ്ങളായി ശബരിമലയിൽ നടന്നു വരുന്ന കാര്യങ്ങൾ എന്താണ്, കോടതി ഇതിനു മുൻപും ഇക്കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ടെന്ന്. അപ്പോൾ നമ്മുടെ ഒരു ഭരണ സംവിധാനം, അതിന്റെ ഭാഗമായി നിൽക്കുന്ന ദേവസ്വം ബോർഡ്, ക്ഷേത്രങ്ങളെ കൃത്യമായി സംരക്ഷിക്കേണ്ട ഒരു സംവിധാനം, എത്രയോ അത് ഏത് പാർട്ടി മാറി മാറി ഭരിക്കട്ടെ, ഏത് മാറി വന്നാലും ആ ഒരു അഴിമതി കഥകളോ അല്ലെങ്കിൽ അത്തരം കട്ടുകൊണ്ടു പോകാവുന്ന ഒരു സംവിധാനമായി ക്ഷേത്രങ്ങളെയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ മാറ്റിയെന്നത് വളരെ സങ്കടകരമാണ്, ഖേദകരമാണ്. അതുകൊണ്ടാണ് കോടതിക്ക് ഇപ്പോഴും ഇടപെടേണ്ടി വന്നത്. അതിലെ എല്ലാ പാർട്ടിക്കാരും തുല്യ ഉത്തരവാദിത്തമുള്ളവരാണ്.